friends, once again welcome to my video blog AjayTechTips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് വാട്സപ്പ് ഫെബ്രുവരി 8 പണി തരും പറഞ്ഞ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും താങ്ക്സ്. അത് നിങ്ങൾ കാണാത്തവരാച്ചാൽ അതൊന്ന് കാണാം. ആ വീഡിയോയുടെ ലിങ്ക് താഴെയുണ്ട്. പിന്നെ അതിനെ സംബന്ധിച്ച് വേറൊരു വീഡിയോയുടെ ലിങ്കും താഴെയുണ്ട്. അത് നിങ്ങൾ കാണാം. അതിന് പുറമെ വേറൊരു കാര്യം, ഈ വാട്സപ്പ് അങ്ങനെ ഫെബ്രുവരി 8 പ്രൈവസി പോളിസി ആക്കുക. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൈവസി പോളിസിയിൽ നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ ഡാറ്റയും വാട്സപ്പിൻ്റെ അധീനതയിൽ, ഫേസ്ബുക്കിൻ്റെ അധീനതയിലാണ് വാട്സപ്പ് ഉള്ളത്. ഫേസ്ബുക്കാണ് വാട്സപ്പിൻ്റെ പാരന്റ് കമ്പനി. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ US സെർവറിലേക്ക് ആയിരിക്കും പോവുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇതിപ്പോൾ അവർ പറഞ്ഞിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ, പറയാണ്ട് ആദ്യം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവരാൻ കാരണം ആപ്പിൾ ഒരു നിയമം സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അതായത് എന്തൊക്കെ സോഴ്സസ് നമ്മുടെ ഡാറ്റാസ് എടുക്കുന്നുണ്ട് എന്നുള്ള അത് കൊണ്ടാണ് ഫേസ്ബുക്ക് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തണം എന്നാണ് നമ്മുടെ ചില ലീഗ്സ് ആൻഡ് റൂമേഴ്സിൽ കേട്ടത്. അപ്പോൾ അതാവാം മേ ബി കാരണം. പക്ഷേ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ഫോണിനായാലും ഐഫോൺ ആയാലും ഏതൊരു ആപ്പായാലും നമ്മുടെ ഏതൊരു ഡാറ്റയും അവരെടുക്കുന്നുണ്ട്. അപ്പോൾ അത് പിടിച്ചിട്ട് നമുക്ക് ടെൻഷൻ അടിക്കാനില്ല. പക്ഷേ എന്നാലും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം തന്നെയാണ് നല്ലത്. അപ്പോൾ ഇവർ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഡാറ്റ എടുക്കുകയാണെങ്കിൽ നമുക്ക് വാട്സപ്പിന് ബദലായിട്ട് വേറൊരു ആപ്ലിക്കേഷൻ വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ടെലിഗ്രാം ഉണ്ട് എന്നുള്ളൊരു മറുപടി ഇതിൻ്റെ താഴെ കമൻറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ടെലിഗ്രാം അല്ലെങ്കിലും നമുക്ക് അതിലും കൂടുതൽ ഫീച്ചേഴ്സ്, കാരണം ടെലിഗ്രാമിൽ കുറേ മൂവീസ് അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ടെലിഗ്രാം ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഡേ ടു ഡേ കാര്യത്തിൽ നമുക്ക് ടെലിഗ്രാം ഡിപ്പെൻഡബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ വേറെ ആരാണുള്ളത്? അതിനാണ് സിഗ്നൽ മെസ്സഞ്ചർ എന്നുള്ള ഒരു മെസ്സഞ്ചർ ഉണ്ട്, സിഗ്നൽ. അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുക, അത് എവിടെ പോയാലും ഇൻസ്റ്റാൾ ചെയ്ത്, പഴയ ഒരു ആപ്പ് തന്നെയാണ്. അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, അതിൽ വാട്സപ്പ് അതായിട്ട് കമ്പയർ ചെയ്യാൻ വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ കൂടെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോയും കൂടെ കാണാം. അത് കണ്ടാൽ മാത്രം നിങ്ങൾക്ക് അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, അതിലിപ്പോൾ എത്ര ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെയൊക്കെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ എന്തുള്ളൂ സിഗ്നൽ മെസ്സഞ്ചറിലുള്ളൂ. പക്ഷേ ഈ ഒരു സിഗ്നൽ മെസ്സഞ്ചറിനെ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലോൺ മസ്ക് നമ്മുടെ ടെസ്ലേൻ്റെ ഓണർ. അപ്പോൾ പുള്ളി പറഞ്ഞത്, ഇലോൺ മസ്ക് പറയുന്നത് എന്താണ്, സിഗ്നൽ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറയുന്നത്. അയാൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അതിന്റെ ചിത്രം നിങ്ങൾക്ക് കാണാം, ട്വീറ്റിൽ ഉള്ള ഇത് കാണാം. പുള്ളി ട്വീറ്റ് ചെയ്തത് ഇതാണ്, സിഗ്നൽ യൂസ് ചെയ്യാൻ, കാരണം അത് സെക്യൂർഡ് ആണെന്നാണ് പറയുന്നത്, പ്രൈവറ്റ് മെസ്സഞ്ചർ എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും എല്ലാ പെർമിഷൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പം വാട്സപ്പ് പറഞ്ഞിട്ടാണ് എടുക്കണതെങ്കിൽ ഇതും ചോദിച്ചിട്ട്, നമ്മുടെ കോണ്ടാക്ട് ചോദിച്ചിട്ടുണ്ട്, സ്റ്റോറേജ് ചോദിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവരും എന്ത് ചെയ്യും? വാട്സപ്പ് ഇനി നോക്കിക്കോളൂ, അടുത്ത് തന്നെ മാർക്ക് മൈ വേർഡ്സ്, നമ്മൾ എന്ത് കാര്യങ്ങളും പറയുന്നതാണ്. നിങ്ങളുടെ സ്റ്റാറ്റസിൽ ആഡ് വരും, അതേപോലെ തന്നെ നിങ്ങൾ കോണ്ടാക്ട്സ് സെർച്ച് ചെയ്യുമ്പോൾ ആഡ് വരും, അതേപോലെ തന്നെ മെസ്സേജ് സ്ക്രോൾ ചെയ്യുന്ന നേരത്തും ആഡ് വരും. അതിൻ്റെ ഇടയിൽ 1-2 ആഡ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോളിസി നിൽക്കുന്നത്. ഞാൻ എന്തായാലും വാട്സപ്പ് ഒഴിവാക്കുന്നില്ല, കാരണം നമുക്ക് വാട്സപ്പിൽ കുറേ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരെ പോളിസി ആദ്യം തന്നെ അത് എഗ്രി ചെയ്തു. എൻ്റെ 3 വാട്സപ്പ് നമ്പറും എഗ്രി ചെയ്തിട്ടുണ്ട്. കൂടെ ഞാൻ എന്ത് ചെയ്തു, ഇനി ആൾക്കാർ സിഗ്നലിലേക്ക് പോകാൻ വെച്ചാൽ, നമ്മുടെ പ്രേക്ഷകരൊക്കെ സിഗ്നലിലേക്ക് പോകാൻ വെച്ചാൽ അതിലൂടെയും കൂടെ നമ്മുടെ വീഡിയോൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു, നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സിഗ്നൽ മെസ്സഞ്ചർ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നേരെ എന്ത് ചെയ്യുക, ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോയിട്ട് പോകാം. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, നേരെ ട്യൂട്ടോറിയലിലേക്ക് പോകല്ലേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ ഓൾറെഡി സിഗ്നൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യുക, സിഗ്നൽ മെസ്സഞ്ചർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നല്ല ഭംഗിയുള്ള ഐക്കണൊക്കെയാണ്. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ലോക്കാണ്. നമ്മൾ എന്ത് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ കുറച്ച് ആൾക്കാരെയുള്ള ചാറ്റുകൾ നമ്മൾ ജസ്റ്റ് ടെസ്റ്റിംഗ് ആണ്. ഇതിൽ നമുക്ക് വാട്സപ്പിലുള്ള പോലെ എന്തില്ല, സ്റ്റാറ്റസിൻ്റെ ഓപ്ഷനൊന്നും വന്നിട്ടില്ല. നമുക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മുടെ മേലെയുള്ള ഇൻ്റർഫേസ് തന്നെയല്ല ഉള്ളത്. ഏത് കോൺടാക്റ്റ് ആണോ എടുക്കുന്നത് നമുക്ക് അവിടെ ചെയ്യാം. അപ്പോൾ എൻ്റെ ജിയോ കോൺടാക്റ്റ് അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം കോളിൻ്റെ ഓപ്ഷനുണ്ട്, വീഡിയോ കോൾ ഓപ്ഷനുണ്ട്. അത് നമുക്ക് അവിടെ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നല്ല ക്യൂട്ട് സ്മൈലീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എനിക്ക് വാട്സപ്പ് തന്നെയാണ് ഇഷ്ടം, അത് വേറെ കാര്യം. പക്ഷേ ഇത് സെക്യൂർഡാണ്, പ്രൈവറ്റ് ബ്രൗസർ ആണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് എടുത്ത് നോക്കാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനം ഇതിൻ്റെ സെറ്റിങ്സ് ആണ്. അപ്പോൾ ഒരു യൂസറിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഡിസപ്പിയറിംഗ് മെസ്സേജ് ഉണ്ട്, നമുക്ക്
ഡിസപ്പിയർ ചെയ്യും. ഒരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസപ്പിയറിങ് മെസ്സേജ് ഓഫ് ആക്കാം 5 സെക്കൻഡ്. നമ്മുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഉള്ള പോലെ ഉള്ള ഒരു ഓപ്ഷൻ 5 സെക്കൻഡ് വരെ കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് ഡിസപ്പിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ. നമുക്ക് വാട്സപ്പിൽ 7 ദിവസമാണ്. അവിടെ നമ്മൾ കമ്പയർ ചെയ്യാവുന്നത്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാനാണ് ഞാൻ ഇത്. നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് പറയല്ല. അപ്പോൾ നമുക്ക് പ്രൈവസിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഓൾ മീഡിയയിൽ നിന്ന് നമുക്ക് ഡാറ്റ എന്തൊക്കെയാണ് ഉള്ളത്, അവിടെ നിന്ന് ഡെലിറ്റ് ചെയ്യേണ്ടത്. അതൊക്കെ നമ്മുടെ വാട്സപ്പിനായിട്ട് കോൺവെർസേഷൻ സെറ്റിങ്സ് അവിടെ നമുക്ക് നോക്കാം. എന്താണ് കോൺവെർസേഷൻ സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഡിസപ്പിയറിങ് മെസ്സേജ്, മ്യൂട്ട് നോട്ടിഫിക്കേഷൻ, ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെങ്കിൽ ഒക്കെ ഇപ്പോൾ ഒരു ഗ്രൂപ്പിലുണ്ട്. നമ്മളൊരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിൽ വോയിസ് ഓഫ് കേരള പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഗ്രൂപ്പാണ്. എനിക്ക് വോയിസ് ഓഫ് മലബാർ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ ഗ്രൂപ്പുണ്ട്. ഇതിൽ ആളാവുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ നമുക്ക് ആളെ ആഡ് ചെയ്യാം. പിന്നെ ഇതിലൊരു കാര്യമുണ്ട്, നമുക്ക് വാട്സപ്പിൽ പറയുമ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിൽ ആരെയും ആഡ് ചെയ്യാം. അത് അവർ സെറ്റിങ്സ് ആക്കിയിട്ടില്ലെങ്കിൽ, പ്രൈവസി സെറ്റിങ്സ് ആക്കിയില്ലെങ്കിൽ ഇത് അങ്ങനെയില്ല. ഇൻവിറ്റേഷൻ മാത്രമേ പോകുള്ളൂ. ആഡ് ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പം ലേഡീസിനൊക്കെ ഇത് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ്. ഇനി അടുത്തുള്ള ഓപ്ഷൻ നമ്മൾ പറയണത് സിഗ്നലിൻ്റെ നമ്മുടെ സെറ്റിങ്സ് എടുക്കുക, മെയിൻ സെറ്റിങ്സ് എടുക്കുക. ഇവിടെ നമ്മുടെ DP ഒക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യുക. നമ്മുടെ പേര് കൊടുക്കാം. ഇവിടെ SMS-ഉം MMSഉം നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. നമ്മുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലെ പോലെ നോട്ടിഫിക്കേഷൻ ഓണാണ്. പ്രൈവസി എടുക്കുക. ഇത് നോക്കുക, സ്ക്രീൻ ലോക്ക്. അതാണ് എൻ്റെ ഫസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് ചോദിച്ചത്. ഇവിടെ സെക്യൂരിറ്റി അത് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. അത് ഓണാണെങ്കിൽ ആർക്കും നമുക്ക് ഇതിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് റീഡ് റെസിപ്റ്റ് നമുക്ക് എന്താ ഓണാക്കണോ ഓഫ് ആക്കണോ അതൊക്കെ വാട്സപ്പിൻ്റെ അതേപോലെ തന്നെ. പിന്നെ അതിൽ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയത് അപ്പിയറൻസ് ആണ്. അതിൽ നമുക്ക് തീമുണ്ട്, ഡാർക്ക് തീമുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. പിന്നെ ഇതിൽ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞുള്ളൊരു കാര്യമുണ്ട്. അതിൽ സിഗ്നൽ മെസ്സേജ്, സെൻഡ് മെസ്സേജ് ആൻഡ് കോൾസ്, അഡ്വാൻസ് പിൻ സെറ്റ് ചെയ്യുക. അതൊക്കെ സെക്യൂരിറ്റി ബേസ് ചെയ്തിട്ടാണ്. സിഗ്നൽ അക്കൗണ്ട് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഡെലിറ്റ് ചെയ്യുക. ഇത് എനിക്ക് തോന്നുന്നത് വാട്സപ്പിൽ നമുക്ക് പ്രൈവസി വേണം, ഫേസ്ബുക്കൊക്കെ ഡാറ്റ എടുക്കേണ്ടതെന്ന് കാണുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സഞ്ചറാണ്. അതാണ് എലോൺ മസ്ക് ഒക്കെ അങ്ങനെ പറഞ്ഞത്, ഇതിൽ സിഗ്നൽ യൂസ് ചെയ്യാൻ പറഞ്ഞത്. അതിൻ്റെ പിക്ചറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതിൻ്റെ മെയിൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളത് മാക്സിമം സെൻഡ് ചെയ്യുക. ഈ വീഡിയോനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ നെഗറ്റീവ് ഇടാതിരിക്കുക. കാരണം നമ്മൾ എന്തിനാണ് ഒരാളുടെ ചാനലിൽ കയറിയിട്ട് നെഗറ്റീവ് ഇടുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.